കൂട്ടുകാരെ, ഇച്ചായിന്റെ ചിപ്പൂസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി ഡം ബിരിയാണിയാണ്. അപ്പൊ എങ്ങനെ വീടുകളിൽ തലശ്ശേരി ഡം ബിരിയാണി എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഒരു കുടം വെളുത്തുള്ളി നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ്. പിന്നെ 8 പച്ചമുളക്, 1 ഇഞ്ച് ഇഞ്ചിയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. ഇതൊക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അമ്മിയില് ചതച്ചെടുക്കണം. അപ്പൊ ചതച്ചെടുത്തിട്ട് ആ പേസ്റ്റ് ആണ് നമ്മൾ ചിക്കൻ കറിയിലേക്ക് ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ വലിയ സബോള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ 2 എണ്ണാണ് വലിയ സബോള നമ്മൾ കനം കുറച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 1 പിടി കാഷ്നട്ടും 1 പിടി കിസ്മിസും ആണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കിത് വറുത്ത് കോരണം. അതിനായിട്ട് നമ്മള് സ്റ്റവ് കത്തിച്ച് കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ഇട്ട് അത് നന്നായിട്ടൊന്ന് വറുത്ത് കോരാ. അപ്പൊ അതിലേക്ക് സ്വല്പം പഞ്ചസാര ആഡ് ചെയ്യണം. അപ്പൊ 1 ടീസ്പൂൺ ഒന്നും വേണ്ട, സ്വല്പം ആഡ് ചെയ്താൽ മതി പേരിന്. അപ്പൊ അതൊന്ന് കുറച്ച് സമയത്തേക്ക് ഒന്ന് ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മള് കിസ്മിസും കാഷ്നട്ടും ഇതേപോലെ തന്നെ വറുത്ത് കോരാം. അത് പെട്ടെന്ന് തന്നെ വറുത്ത് കോരേണ്ടി വരും. സബോളയുടെ അത്ര ടൈം പിടിക്കില്ല. അപ്പോ ഈ 3 എണ്ണം വറുത്ത് കോരി സെറ്റായി കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മള് ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഫ്രഷ് ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പോവാണ്. അപ്പോ അത് ഇതിലേക്ക് ചിക്കൻ മസാലയിലേക്ക് ഒരിക്കലും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്നില്ല. ഈ ഒരു മസാലക്കൂട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള പേസ്റ്റും. അപ്പോ പെരിഞ്ജീരകം ഇതിലേക്ക് 1 ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഏലക്ക 5 എണ്ണം, നല്ല ജീരകം 1/4 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, കറുവപ്പട്ട 2 ഇഞ്ച് വലുപ്പത്തിലാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. തക്കോലം 1 എണ്ണം, ജാതിക്ക 1 ചെറിയ കഷ്ണമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഗ്രാമ്പു 5 എണ്ണം, വറ്റൽമുളക് 2 എണ്ണം, കസകസ അതായത് പോപ്പി സീഡ് എന്നൊക്കെ പറയും ഇതിന്, അത് 1 ടീസ്പൂൺ ആണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം ഈ കുറച്ച് ഐറ്റംസ് നമ്മൾ വറുത്തെടുക്കുക. നമ്മൾ വറ്റൽമുളകും കസകസയും ലാസ്റ്റ് ആണ് 1 മിനിറ്റ് സമയം ഒന്ന് വറുത്തെടുക്കേണ്ടത്. അപ്പൊ ചൂടാക്കി എടുക്കേണ്ടത്. അപ്പോ ഇത് എല്ലാം ചൂടായതിനു ശേഷം ഒന്ന് ഇറക്കി വെക്കുക. ആറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഇറച്ചിക്കൂട്ടിലേക്ക് ഉള്ള ഐറ്റംസ് ആണ്. അപ്പോ 2 സബോള നീളത്തിൽ അരിഞ്ഞത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 തക്കാളി മീഡിയം സൈസ് വട്ടത്തിൽ അരിഞ്ഞത് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി 1 പിടി പുതിനയിലയും മല്ലിയില 3 വലിയ പിടിയാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. അപ്പൊ അത് നമ്മള് പൊട്ടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് തൈര് 3 ടേബിൾ സ്പൂണും പിന്നെ നാരങ്ങനീര് കുറച്ചും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മൾ കടായി സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. അതില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോള ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി ആണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അത് നന്നായി ഇളക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അതിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. അപ്പൊ ഇറച്ചിയൊക്കെ കഴുകി എടുത്തു വെച്ചിട്ടുള്ളതാണ്. 1 കിലോ ഇറച്ചിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മള്
ഇറച്ചിയെല്ലാം അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലേക്ക് 2 ടേബിൾ സ്പൂൺ മസാലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതായത് നമ്മള് ചൂടാറിയതിനു ശേഷം പൊടിച്ചെടുത്ത ഫ്രഷ് ആയിട്ടുള്ള മസാല കൂട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇറച്ചിന്റെ എല്ലാ ഭാഗത്തും പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒന്ന് 2 വട്ടം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ തക്കാളി ഒരു മീഡിയം സൈസ് വട്ടത്തിൽ അരിഞ്ഞതാണ് നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം നമ്മൾ ഈ ചിക്കന്റെ എല്ലാ മസാലക്കൂട്ടൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് ആണ് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നമ്മുടെ മല്ലിയിലും പുതിനയിലും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. മസാലയും അതിന്റെ ചേരുവകളൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ ഉപ്പ് എങ്കിലും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അതനുസരിച്ച് ചിക്കന്റെ ഇതനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടിയിട്ട് ഒരു 5-10 മിനിറ്റ് മൂടി വേവിക്കാവുന്നതാണ്. ഈ സമയം കൊണ്ട് നമ്മള് സബോള നമ്മൾ ക്രിസ്പി ആക്കി വെച്ചിട്ടുള്ളത് ഒന്ന് കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കത് തുറന്നു നോക്കാം. ഇപ്പൊ നമ്മള് ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ഒഴിക്കണം. അപ്പോൾ തൈര് ഒരു 3 ടേബിൾ സ്പൂൺ ആണ് ഇതിലേക്ക് ഒഴിക്കാന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമുക്ക് 3 ടേബിൾ സ്പൂൺ ഒഴിക്കാം, അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മൊരിഞ്ഞ സവോള ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ഇനി അരി തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് നമ്മള് അരിക്കുള്ള കടായി എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത് ഉരുകി വരുമ്പോ നമുക്ക് ഏലക്ക 4 എണ്ണം, ഗ്രാമ്പു 4 എണ്ണം, കറുവപ്പട്ട ചെറിയ കഷ്ണം, തക്കോലം 1 എണ്ണം, ഇത്രയും ഐറ്റം നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് അരി നമ്മൾ കഴുകി എടുത്തു വെച്ചിട്ടുള്ള അരി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോ അരി ഞാൻ എടുത്തിരിക്കുന്നത് നീളനായിട്ടുള്ള അരിയാണ്, ബസ്മതി അരി. അപ്പോ നമ്മളിപ്പോ ജീരകശാല അരിയാണെങ്കിൽ ഇതിന് ഏറ്റവും നല്ലതാണ്. നല്ല സ്വാദും സ്മെല്ലൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് എടുക്കേണ്ട വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ 7 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഇതില് ഒഴിക്കേണ്ടത്. ഞാനിപ്പോ 7 കപ്പ് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതിനായിട്ട് മൂടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് സ്വല്പം പാലില് അല്പം മഞ്ഞളിട്ട് ഇളക്കി മാറ്റി വെക്കാം. ഇത് ഡമ്മ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരും. ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പൊ ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഒരു വലിയ ഉരുളി എടുത്ത് വെക്കുക. അതിലേക്ക്
വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ പുരട്ടി അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമ്മൾ ചിക്കന്റെ ഐറ്റം ആദ്യം ഇട്ട് കൊടുക്കാം. അപ്പൊ കുറച്ചിട്ട് കൊടുക്കുക ചിക്കന്റെ ഐറ്റം. അത് കഴിഞ്ഞ് അതിന്റെ മേലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ മസാല ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നമ്മള് പാല് സ്വല്പം മഞ്ഞൾ ഇളക്കി വെച്ചിട്ടുള്ള ആ വെള്ളം അതിന്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് കിസ്മിസും കാഷ്നട്ടൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് മല്ലിയിലും പുതിനയിലും ഒക്കെ അതിന്റെ ഉള്ളിലേക്ക് മെതറി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്വല്പം ഇറച്ചി അതിന്റെ മേലേക്ക് ഇട്ട് അതിന്റെ മേലേക്ക് റൈസ് ഇട്ട് അങ്ങനെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്തിട്ട് അങ്ങനെ ലെയർ ആക്കിയിട്ട് നമ്മൾ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ദം ബിരിയാണിയാണ്. അപ്പൊ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.